തമിഴകത്തെ രാഷ്ട്രീയ നാടകം തുടരുന്നു. തീരുമാനം പ്രഖ്യാപിക്കാൻ ഗവർണർ മടിക്കുന്നതിനിടയിൽ പനീർശെൽവത്തിന് പിന്തുണ നൽകി എം.കെ. സ്റ്റാലിൻ ഗവർണറെ കണ്ടു. ഇതിനിടയിൽ പനീർശെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പ്രസീഡിയം ചെയർമാൻ മധുസൂദനനെ ശശികല പുറത്താക്കി. തമിഴകം ആര് ഭരിക്കുമെന്നറിയാൻ ഗവർണർ സി വിദ്യാസാഗർ റാവുവിന്റെ തീരുമാനത്തിനായി രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുമ്പോഴും നാടകീയത തുടരുകയാണ്. തീരുമാനം പ്രഖ്യാപിക്കാൻ ഗവർണർ വൈകുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് എം.കെ. സ്റ്റാലിൻ പനീർസെൽവത്തിന് പിന്തുണ നൽകി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്ഭവനിലെ കൂടിക്കാഴ്ചയിൽ അണ്ണാ DMKയുടെ MLA-മാർ റിസോർട്ട് തടങ്കലിലാണെന്നും പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. MLA-മാർ എവിടെയാണെന്ന് കണ്ടെത്തി വിശദ റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. MLA-മാർ ശശികലയുടെ തടവിലാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ ഗവർണർ നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആരുടെയും സമ്മർദ്ദത്താലല്ല റിസോർട്ടിൽ തങ്ങുന്നതെന്നും ഭീഷണിയുള്ളതിനാലാണ് ഫോൺ ഓഫ് ചെയ്തതെന്ന പ്രതികരണവുമായി മഹാബലിപുരത്തെ റിസോർട്ടിലുള്ള 5 MLA-മാർ രംഗത്തെത്തി. ഇതിനിടയിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിധി പറയാനിരിക്കെ ശശികലയുടെ സത്യപ്രതിജ്ഞ തടയണമെന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ശശികലയ്ക്ക് താൽക്കാലിക ആശ്വാസമായി. അതേസമയം പനീർസെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടിയുടെ പ്രസീഡിയം ചെയർമാൻ മധുസൂദനെ സ്ഥാനത്ത് നിന്ന് ശശികല പുറത്താക്കി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും ഗവർണർ തീരുമാനം കൈക്കൊള്ളുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഇന്നത്തെയും പ്രതികരണം. എന്നാൽ തീരുമാനം പ്രഖ്യാപിക്കുന്നത് ഗവർണർ ഇനിയും വൈകിപ്പിക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഘർഷത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. തീരുമാനം ഗവർണർ കൈക്കൊള്ളും. നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഗവർണർ നൽകിയ റിപ്പോർട്ട് പരിശോധിക്കുന്നതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. അതേസമയം ശശികല മുഖ്യമന്ത്രിയാകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി അടിയന്തരമായി പരിഗണിച്ചില്ല. ഗവർണർ ഉപയോഗിച്ച കേന്ദ്ര സർക്കാർ തമിഴ്നാട്ടിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രംഗത്തെത്തിയത്. ശശികല, മുഖ്യമന്ത്രി പനീർശെൽവം എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷം ഇന്നലെ രാത്രി തമിഴ്നാട് ഗവർണർ വിദ്യാസാഗർ റാവു നൽകിയ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പക്ഷേ തമിഴ്നാട്ടിലെ അന്തിമ തീരുമാനം ഗവർണർ തന്നെ കൈക്കൊള്ളും. നിയമസഭയിൽ 7 സീറ്റുള്ള കോൺഗ്രസിന്റെ തമിഴ്നാട് ഘടകവും വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് ദില്ലിയിൽ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി. നിയമസഭാ കക്ഷി നേതാവ് രാമസ്വാമി, PCC അധ്യക്ഷർ തുടങ്ങിയവർ രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി തൽസ്ഥിതി വിശദീകരിച്ചു. മുൻ കേന്ദ്രമന്ത്രി P. ചിദംബരവും യോഗത്തിൽ പങ്കെടുത്തു. ശശികലയെ പിന്തുണയ്ക്കണം എന്ന ആവശ്യത്തിനാണ് മുൻഗണന ലഭിച്ചതെങ്കിലും നിലവിൽ അത് പരസ്യമാക്കേണ്ടെന്ന് തീരുമാനിച്ചതായാണ് സൂചന. അതേസമയം ശശികലയുടെ സത്യപ്രതിജ്ഞ തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി അടിയന്തരമായി പരിഗണിക്കില്ലെന്ന് അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് JS കെഹാന്റെ ബെഞ്ചിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അഭിഭാഷകൻ GS മണി വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുറ്റക്കാരിയാണെന്ന് വിചാരണ കോടതി കണ്ടെത്തിയ ശശികല മുഖ്യമന്ത്രിയാകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു അഭിഭാഷകന്റെ വാദം. കേസ് മറ്റൊരു ദിവസത്തിലേക്ക് സുപ്രീം കോടതി മാറ്റി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശ് നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 15 ജില്ലകളിലെ 73 മണ്ഡലങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. രാജ്യം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ UP-യിലെ 73 നിയമസഭാ മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത്. വീറും വാശിയും നിലനിന്ന പ്രചരണത്തിന് ശേഷം വോട്ടെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ BJP, SP, കോൺഗ്രസ് സഖ്യം, BSP എന്നിവർ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. വർഗീയ കലാപം നടന്ന മുസാഫർ നഗർ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 15 ജില്ലകളും ശക്തമായ സുരക്ഷാ ബന്ദോബസ്തിലായിരിക്കും വോട്ടെടുപ്പ് നടക്കുന്നത്. മുസ്ലിം ദളിത് വോട്ടുകൾ നിർണായകമായ പശ്ചിമ UP-യിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ്വാദി പാർട്ടിയാണ് നേട്ടമുണ്ടാക്കിയത്. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ച് ഇത്തവണയും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 73 മണ്ഡലങ്ങളിൽ 18 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് BSP മത്സരിപ്പിക്കുന്നത്. മാറിയ സാഹചര്യത്തിൽ ഇത്തവണ നേട്ടം പ്രതീക്ഷിക്കുന്ന SP, കോൺഗ്രസ് സഖ്യം 12 സീറ്റുകളിൽ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി. 1.5 പതിറ്റാണ്ടിന് ശേഷം UP-യിൽ ഭരണത്തിൽ തിരിച്ചെത്താൻ ശ്രമിക്കുന്ന BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വമ്പൻ വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ 25ഓളം പ്രമുഖ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മകൻ പങ്കജ് സിംഗ്, UP മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിന്റെ പൗത്രൻ സന്ദീപ് സിംഗ്, BJP MP ഹുക്കും സിംഗിന്റെ മകൾ മൃഗങ്ക സിംഗ് തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. മുസാഫർ നഗർ കലാപത്തിൽ കുറ്റാരോപിതരായ സംഗീത് സോം, സുരേഷ് റാണ എന്നിവരെ BJP ഇത്തവണയും രംഗത്തിറക്കിയിട്ടുണ്ട്. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. അടച്ചുപൂട്ടിയ കൊല്ലം ഓയൂർ ട്രാവൻകൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തുറക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ ഉപരോധ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ജില്ലാ കളക്ടറുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ച കോളേജ് തുറക്കുന്നത് സംബന്ധിച്ച്
അന്തിമ തീരുമാനമെടുക്കുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. അതേസമയം സർക്കാരിനെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയെയും സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ മിത്രയും അറിയിച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം കളക്ടറേറ്റ് പടിക്കൽ ആരംഭിക്കാനാണ് SFI തീരുമാനം. നെഹ്റു കോളേജിൽ വിദ്യാർത്ഥികൾക്കെതിരെ വീണ്ടും പ്രതികാര നടപടി. തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന പരീക്ഷകളുടെ ഹാൾ ടിക്കറ്റുകൾ വിതരണം ചെയ്തില്ല. കോളേജ് വീണ്ടും അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഇതോടെ ഇന്ന് നടക്കാനിരുന്ന PTA എക്സിക്യൂട്ടീവ് യോഗവും അനിശ്ചിതത്വത്തിലായി. തിരുവനന്തപുരം ലോ അക്കാദമിക്ക് ജില്ലാ കളക്ടറുടെ നോട്ടീസ്. പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന അക്കാദമിയുടെ പ്രധാന കവാടം പൊളിച്ചു നീക്കുന്നതിനായാണ് നോട്ടീസ് നൽകിയത്. കവാടം പുറമ്പോക്ക് ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന് നേരത്തെ റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു. ലോ അക്കാദമിയുടെ പ്രധാന കവാടം ജല അതോറിറ്റിയുടെ പുറമ്പോക്ക് ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് കവാടം പൊളിച്ചു നീക്കുന്നതിനായി നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചു. കവാടം പൊളിച്ചു നീക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് തഹസിൽദാർ മുഖേന ലോ അക്കാദമിക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മതിയായ കാരണം ബോധിപ്പിച്ചില്ലെങ്കിൽ ജില്ലാ ഭരണകൂടം അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കാൻ നടപടിയെടുക്കും. അക്കാദമിക്ക് സർക്കാർ നൽകിയ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ, ബാങ്ക് എന്നിവ ഒഴിപ്പിക്കാനും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. ഇക്കാര്യത്തിലും വരും ദിവസങ്ങളിൽ കളക്ടർ നടപടി സ്വീകരിക്കും. അതേസമയം അക്കാദമിയിൽ ഉപയോഗമില്ലാതെ കിടക്കുന്ന 10 ഏക്കറോളം ഭൂമി തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ നിയമോപദേശം ലഭിച്ച ശേഷമേ നടപടിയുണ്ടാകൂ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോ അക്കാദമി സ്വാശ്രയ കോളേജാണോ സ്വകാര്യ കോളേജാണോ എന്നത് സംബന്ധിച്ച് പരിശോധന അഫിലിയേഷൻ കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിച്ചു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം. PhD വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അവാർഡ് ചെയ്യുന്ന കോൺവൊക്കേഷൻ ചടങ്ങ് പുനരാരംഭിക്കാൻ സിൻഡിക്കേറ്റിൽ തീരുമാനമായി. 1971 അവസാനമായി ബിരുദദാന ചടങ്ങ് നടന്നത്. A. റഹീമിന്റെ പ്രമേയത്തിന് സിൻഡിക്കേറ്റ് അംഗീകാരം നൽകി. ലോ അക്കാദമിയിൽ റിസീവർ ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ എതിർവാദം സമർപ്പിക്കുന്നതിന് ലോ അക്കാദമി ട്രസ്റ്റിന് ഈ മാസം 15 വരെ കോടതി സമയം അനുവദിച്ചു. തിരുവനന്തപുരം സബ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കോലിയക്കോട് നാരായണൻ നായർ അടക്കമുള്ള 21 അംഗ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾക്ക് കോടതി കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചിരുന്നു. അക്കാദമിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ V. മുരളീധരൻ, VV രാജേഷ്, അഡ്വക്കേറ്റ് KG മുരളീധരൻ, രാധാകൃഷ്ണൻ എന്നിവരാണ് തിരുവനന്തപുരം സബ് കോടതിയെ സമീപിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാകാൻ പാടില്ലെന്ന പൊതുധാരണ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. UDF ഭരണത്തിൽ ഓരോ മന്ത്രിയും ഓരോ സാമ്രാജ്യമായിരുന്നെങ്കിൽ LDF സർക്കാരിനെ നയിക്കാൻ ഒറ്റ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂവെന്നും കോടിയേരി പറഞ്ഞു. ദേശാഭിമാനി ലേഖനത്തിലാണ് കോടിയേരി തുറന്നടിച്ചത്. കോലീബി സഖ്യം ഏത് ഘട്ടത്തിലും പ്രത്യക്ഷപ്പെടാമെന്ന മുന്നറിയിപ്പും ലേഖനത്തിൽ നൽകുന്നു. പല കഷ്ടപ്പാടുകളും വികസന മുരടിപ്പും നേരിടുന്ന ജനങ്ങൾക്ക് നല്ല നാളെ പ്രദാനം ചെയ്യുന്നതിനുള്ള ഉദ്യമത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന ആമുഖത്തിൽ വ്യക്തമാക്കിയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുന്നണിയും ഭരണവും എന്ന ലേഖനം ദേശാഭിമാനിയിൽ ആരംഭിക്കുന്നത്. LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും ഒരു ഭാഗത്ത് BJPയും മറുഭാഗത്ത് UDFും പരസ്പര ധാരണയോടെ നിലയുറപ്പിച്ച് പരിശ്രമിക്കുകയാണ്. അതിനുള്ള അവസരവും വേദിയുമായി ലോ അക്കാദമി പ്രശ്നത്തെ മാറ്റിയിരുന്നു. ലോ അക്കാദമിയുടെ മറവിൽ കോൺഗ്രസും BJPയും നടത്തിയത് അന്യായമായ സമരാഭാസമായിരുന്നു. ഇക്കാര്യവും കോടിയേരി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. BJPയോടും RSSനോടും എത്രമാത്രം മൃദുത്വമാണ് കോൺഗ്രസ്, മുസ്ലിം ലീഗ് കക്ഷികളും അവരുടെ നേതാക്കളും കാണിക്കുന്നതെന്നത് പേരൂർക്കടയിലെ സമരസ്ഥലത്തെ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ വ്യക്തമാക്കി. AK ആന്റണിയും മുസ്ലിം ലീഗ് നേതാവ് ഹൈദരലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും BJPയെ ആശീർവദിക്കാനെത്തി. മോദി സർക്കാർ സൃഷ്ടിച്ച നോട്ട് പ്രതിസന്ധിക്കെതിരെ LDFുമായി ചേർന്ന് സമരം നടത്താൻ വിസമ്മതിച്ച VM സുധീരനും കോൺഗ്രസ് നേതാക്കൾക്കും മുസ്ലിം ലീഗിനും BJPയുമായി കൂട്ടുകൂടി സമരം നടത്തുന്നതിന് ഒരു മടിയുമുണ്ടായിരുന്നില്ലെന്നതും കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിൽ തുറന്നുകാട്ടുന്നു. ലോ അക്കാദമി സമരത്തെ ഇക്കൂട്ടർ സംസ്ഥാന സർക്കാരിനെതിരായ രാഷ്ട്രീയ സമരമാക്കി മാറ്റിയിരുന്നു. യഥാർത്ഥത്തിൽ BJP സ്പോൺസർ ചെയ്ത സമരത്തിന്റെ പിടിയിൽ കോൺഗ്രസ് വീഴുകയായിരുന്നു. ഇത് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കാൻ LDFനെ സ്നേഹിക്കുന്ന എല്ലാവരും തയ്യാറാകണമെന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. LDFനെ ഒറ്റപ്പെടുത്താനും മുന്നണിയുടെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനും കോൺഗ്രസ്, ലീഗ്, BJP കൂട്ടുകെട്ട് ഏത് ഘട്ടത്തിലും പ്രത്യക്ഷപ്പെടാമെന്നതാണെന്ന മുന്നറിയിപ്പും കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിലൂടെ നൽകുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോടിയേരി ബാലകൃഷ്ണന്റെ ദേശാഭിമാനി ലേഖനത്തിന് കാനം രാജേന്ദ്രന്റെ പ്രതികരണം. കോലീബി സഖ്യത്തിൽ CPI ഇല്ലെന്ന് കാനം. ലോ കോളേജ് സമരത്തിൽ പങ്കെടുത്തത് AISF ആണ്. വഴിയിൽ കിടക്കുന്ന തൊപ്പിയെടുത്ത് CPI തലയിൽ വെക്കില്ലെന്നും കാനം പറഞ്ഞു.
കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ ആവശ്യമില്ലെന്ന് മന്ത്രി ജി സുധാകരൻ. സ്വാശ്രയ കോളേജുകളെ നിയമം മൂലം നിരോധിക്കണമെന്നതാണ് തന്റെ അഭിപ്രായം. യൂണിവേഴ്സിറ്റി കോളേജിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിമത മേധാവികൾ, കോർപ്പറേറ്റുകൾ കള്ളപ്പണം കൊണ്ട് ഇവിടെ സെൽഫ് ഫൈനാൻസ് കോളേജ് ഉണ്ടാക്കുന്നത്, അവരുടെ കോളേജ് മുഴുവൻ അടച്ചുപൂട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിയമം മൂലം നിരോധിക്കണം. ഒറ്റ സെൽഫ് ഫൈനാൻസ് കോളേജ് ഉണ്ടാവുന്നത് എൻ്റെ ആവശ്യമില്ല. കോടതി ഇടപെടും എന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യമില്ല. ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നവർ, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേഷം കെട്ടുന്നവർ, അവരാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത്. ഇവിടെ വിദ്യാഭ്യാസത്തെ നശിപ്പിച്ചത് അവരാണ്, വിദ്യാർത്ഥികളല്ല. അതുകൊണ്ട് സെൽഫ് ഫൈനാൻസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറ്റി പുനരവലോകനം വേണം. ഗവൺമെന്റ് പറയുന്നതെല്ലാം നിയമങ്ങളൊക്കെ പാലിച്ച്, മെറിറ്റ് റിസർവേഷൻ പാലിച്ച്, എല്ലാ വിഭാഗം അധ്യാപകരായി നിയമിച്ച് ഗവൺമെന്റ് ഫീസും വാങ്ങാൻ തയ്യാറാണെങ്കിൽ, അക്കാഡമിക് പാരമ്പര്യം ഉണ്ടെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. 10% പോലും ഉണ്ടാവില്ല. മതനിരപേക്ഷമായ നിലപാട് സ്വീകരിക്കുക എന്നാൽ വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുക കൂടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബഹ്റൈനിൽ കൈരളി ബഹ്റൈൻ പ്രഥമ എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബഹ്റൈൻ ബ്യൂറോയുടെ റിപ്പോർട്ട്. മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നതിൽ ഒരു ഘട്ടത്തിലും കൈരളി വിട്ടുവീഴ്ച ചെയ്യാറില്ലെന്നും അക്കാര്യത്തിൽ ശക്തമായ സമീപനം തുടർച്ചയായി സ്വീകരിക്കാൻ കൈരളിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതാണ് കൈരളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പൊ തന്നെ നമ്മുടെ നാടിനെ നല്ലതുപോലെ ചില മേഖലകളിൽ മുന്നേറാനായിട്ട് ചില വികസിത രാഷ്ട്രങ്ങളോടൊപ്പം കിടപിടിക്കത്തക്ക നേട്ടങ്ങൾ നേടിയ ഒരു നാടാണ് നമ്മുടെ. എന്നാൽ ആ നേട്ടം പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ ദൗർബല്യങ്ങൾ, ആ ദൗർബല്യങ്ങളെല്ലാം പരിഹരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സൃഷ്ടിപരതയ്ക്ക്, നമ്മുടെ ഉൽപാദനക്ഷമതയ്ക്ക് ഇത്രത്തോളം ക്ഷതം സംഭവിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഗൾഫ് നാടുകളിൽ നടക്കുന്ന വികസനത്തിന്റെ കുതിപ്പിനെ വേണം നമ്മൾ തുടരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ബഹ്റൈനിലെ വാണിജ്യ വ്യവസായ രംഗത്ത് കഴിവ് തെളിയിച്ച സംരംഭകർക്ക് മുഖ്യമന്ത്രി കൈരളി TV അവാർഡുകൾ സമ്മാനിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഡയറക്ടർ ബോർഡ് അംഗം VK അഷ്റഫ്, പ്രവാസി വ്യവസായികളായ രവി പിള്ള, വർഗീസ് കുര്യൻ, നോർക്ക റൂട്ട്സ് ഡയറക്ടർ OV മുസ്തഫ, മാധ്യമപ്രവർത്തകൻ സോമൻ ബേബി, കൈരളി TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ഡയറക്ടർ EM അഷ്റഫ്, മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ S രമേശ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. ബഹ്റൈനിലെ മലയാളി സമൂഹത്തിന് പ്രതീക്ഷ പകരുന്ന നിരവധി നിർദ്ദേശങ്ങൾ ബഹ്റൈൻ ഭരണാധികാരികളുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വെച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജം 70-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ബഹ്റൈനിൽ നിന്നും T ജമാലുദ്ദീന്റെ റിപ്പോർട്ട്. പ്രവാസി മലയാളികളുടെ കലാ സാംസ്കാരിക കേന്ദ്രമായ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വൻ ജനാവലിയെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളീയ സമാജത്തിന്റെ 70-ാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രിയെ സമാജത്തിലേക്ക് വരവേറ്റത്. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബഹ്റൈനിലെ മലയാളി സമൂഹത്തിന് പ്രതീക്ഷ പകരുന്ന നിരവധി നിർദ്ദേശങ്ങൾ ബഹ്റൈൻ ഭരണാധികാരികളുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. My government has put forward a list proposals to His Majesty, which will be of immense help and benefit to the people of the kingdom and our people. Some of these proposals are: first, create a World Kerala Academic Estate by setting up a Kerala Public School and an engineering college in Bahrain. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഖാലിദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ, ബഹ്റൈൻ ക്രൗൺ പ്രിൻസ് കോർട്ട് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ ദൈജ് ബിൻ ഖലീഫ അൽ ഖലീഫ, ഇന്ത്യൻ അംബാസഡർ അലോക് കുമാർ സിൻഹ, വ്യവസായ പ്രമുഖരായ MA യൂസഫലി, രവി പിള്ള, വർഗീസ് കുര്യൻ, മാധ്യമപ്രവർത്തകൻ സോമൻ ബേബി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആയിരക്കണക്കിന് പേരാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ കേരളീയ സമാജത്തിൽ എത്തിച്ചേർന്നത്. ബഹ്റൈനിൽ നിന്ന് T ജമാലുദ്ദീൻ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ യുവാവിനെ മർദ്ദിച്ചത് SFIക്കാർ അല്ലെന്ന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥിനികൾ. യൂണിവേഴ്സിറ്റി കോളേജിൽ പെൺ സുഹൃത്തുക്കളോടൊപ്പം എത്തിയ യുവാവിനെ SFIക്കാർ മർദ്ദിച്ചുവെന്ന്
പരാതി മോശം സാഹചര്യത്തിൽ ക്ലാസ് മുറിക്കുള്ളിൽ കണ്ട വിദ്യാർത്ഥികൾ തങ്ങളെ അധിക്ഷേപിച്ചതായി വിദ്യാർത്ഥിനികളായ സൗമ്യയും ആതിരയും ബബിതയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കഴിഞ്ഞ ദിവസമാണ് ക്യാമ്പസിന് പുറത്തുനിന്നും വന്ന യുവാവിന് വിദ്യാർത്ഥികളിൽ നിന്നും മർദ്ദനമേറ്റത്. പെൺസുഹൃത്തുക്കളോടൊപ്പം കോളേജിൽ പരിപാടി കാണാനെത്തിയ തന്നെ SFIക്കാർ മർദ്ദിച്ചുവെന്നാണ് യുവാവും സംഭവത്തിൽ ഉൾപ്പെട്ട 2 വിദ്യാർത്ഥിനികളും പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. എന്നാൽ യുവാവിനെ മർദ്ദിച്ചത് SFIക്കാരല്ലെന്ന് സംഭവത്തിൽ ദൃക്സാക്ഷികളായ വിദ്യാർത്ഥിനികൾ കോളേജിൽ വിളിച്ച വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിനി സൗമ്യ ആ ക്ലാസ് റൂമിനകത്ത് വളരെ മോശമായിട്ട് രീതിയിൽ കാണപ്പെടുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ ഈ പെൺകുട്ടി ഞങ്ങളോട് ഷൗട്ട് ചെയ്തു. അപ്പം ഇത് ഞങ്ങൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അത് കേട്ടോണ്ട് പോയ ബാക്കിയുള്ളവരെല്ലാവരും വന്ന് കൂടുകയുണ്ടായി. അവിടുത്തെ കാര്യം എന്താണെന്ന് തിരക്കി അവർ തമ്മിൽ അടിയായി. പിന്നെ SFIക്കാർ വന്ന് ആ പയ്യനെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. തങ്ങളോട് വളരെ മോശമായാണ് യുവാവും മറ്റു 2 വിദ്യാർത്ഥിനികളും പെരുമാറിയതെന്നും അവർ കുറ്റപ്പെടുത്തി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റിലെ കുട്ടിക്ക് എന്താണ് കാര്യമെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവൾ ചോദിച്ചത് നിന്റെ തന്തയുടെ വകയാണോ ഈ കോളേജ് എന്നാണ് അവൾ ചോദിച്ചത്. ഇത്രയും മികച്ചമായ രീതിയിൽ അവൾ സംസാരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും ഇത് മാത്രമല്ല അവൾ അസഭ്യ വർഷം തന്നെയാണ് അവിടെ നടത്തിയത്. അതൊന്നും ഞങ്ങൾക്ക് സത്യത്തിൽ പുറത്ത് പറയാൻ തന്നെ നാണക്കേടായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതിൽ കൂടുതലും വ്യക്തമായ രീതിയിൽ എങ്ങനെ പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ദൃക്സാക്ഷികളായ വിദ്യാർത്ഥിനികൾ കോളേജ് പ്രിൻസിപ്പാളിന് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം യുവാവിനൊപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ICN ഫിൽകോർപ്പ് ആരോഗ്യ ചികിത്സാ രംഗത്ത് ചുവടുവയ്ക്കുന്നതിന്റെ ഭാഗമായി 50 മെഡി ലാബുകൾ ആരംഭിക്കുമെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KG അനിൽകുമാർ കൊച്ചിയിൽ പറഞ്ഞു. 100 കോടി രൂപ മുടക്കി 50 EECP സെന്ററുകളാണ് ആരംഭിക്കുന്നത്. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും KG അനിൽകുമാർ പറഞ്ഞു. ലബോറട്ടറിയും ഫാർമസിയും ഉൾപ്പെടുന്ന ആദ്യ കേന്ദ്രം ഇരിങ്ങാലക്കുടയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വനിതകളെ ആദരിക്കുന്നതിനായി ഈസ്റ്റേൺ കോണ്ടിനൻസ് ഏർപ്പെടുത്തിയ ഈസ്റ്റേൺ ഭൂമിക ഈ വർഷം 2 സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന് ചെയർമാൻ നവാസ് മീരാൻ പറഞ്ഞു. കേരളം, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഭൂമിക ആഘോഷം നടക്കും. ഈ വർഷത്തെ ഈസ്റ്റേൺ ഭൂമികയുടെ അവതരണം കൊച്ചിയിൽ KSIDC മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ബീന വിജയൻ നിർവഹിച്ചു. മധ്യ തിരുവിതാംകൂറിലെ ലക്ഷക്കണക്കിന് പ്രദേശവാസികളുടെ സഹകരണത്തോടെ ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ നേതൃത്വത്തിൽ പുതിയ ജനകീയ എയർപോർട്ട് പദ്ധതിക്ക് പരിശ്രമം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തകൻ രാജീവ് ജോസഫിന് മറുനാടൻ മലയാളി അവാർഡ്. ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എയ്റോപോളിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ പത്തനംതിട്ട ആസ്ഥാനമായാണ് പുതിയ എയർപോർട്ട് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അവാർഡ് സമ്മാനിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഡോക്ടർ MK മുനീർ, അനൂപ് ജേക്കബ് എന്നിവർ പങ്കെടുത്തു. മനുഷ്യർ ഭക്തി ലഹരി പ്രകടിപ്പിക്കുന്നത് മനസ്സിലാവും. അവരുടെ വളർത്തുമൃഗങ്ങളെയും അതിനുപയോഗിക്കുന്നത് സാധാരണ ഉണ്ടാവാറില്ല. എന്നാൽ അങ്ങനെയൊന്ന് കൊല്ലത്ത് നടന്നു. തൈപ്പൂയ ഉത്സവത്തിന്റെ ഭാഗമായി കൊല്ലത്തെ ഒരു കുടുംബം അവരുടെ മക്കളെ പോലെ സ്നേഹിക്കുന്ന വളർത്തുകോഴിയെ തൈപ്പൂയ വ്രതത്തിൽ കാപ്പുകെട്ടി പങ്കെടുപ്പിച്ചു. വേലണിയിച്ച കോഴിയെ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ തനിക്ക് ഒരു പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നതായി മുൻ ചീഫ് സെക്രട്ടറി CP നായർ. എന്നാൽ തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. യൂണിവേഴ്സിറ്റി കോളേജിന്റെ 180-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കവേ മാധ്യമങ്ങളോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇത്തരം ഒട്ടേറെ കൗതുകങ്ങളുടെയും ഒപ്പം ഗൃഹാതുരമായ കഥകളുടെയും ഓർമ്മകളുമായാണ് പൂർവ്വ വിദ്യാർത്ഥികൾ പഴയ കലാലയത്തിലെത്തിയത്. ഓർമ്മകൾ ഓളം വെട്ടുന്ന പഴയ കലാലയത്തിന്റെ തിരുമുറ്റത്തെത്തിയപ്പോൾ മുൻ ചീഫ് സെക്രട്ടറി പെട്ടെന്നൊരു പൊടിമീശക്കാരൻ പയ്യനായി. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു പ്രതികരണമാണ് ഞങ്ങൾ ചോദിച്ചത്. എന്നാൽ പഠിച്ച ക്ലാസ് മുറിയിലേക്ക് തങ്ങളെ നിർബന്ധപൂർവ്വം കൊണ്ടുപോകുമ്പോൾ CP നായർ പെട്ടെന്ന് കൗമാരക്കാരനായി. MA ഓണേഴ്സ് വിദ്യാർത്ഥിയായി 1956-ൽ ക്യാമ്പസിലെത്തിയ കാലത്ത് ഇരുന്ന ബെഞ്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആവേശം കൊണ്ട് ഡെസ്കിലടിച്ചുപോയി. വിഷ്വൽ എടുക്കാൻ പഴയ ബെഞ്ചിലൊന്നിരിക്കാമോ എന്ന ചോദ്യത്തിന് IASന്റെ പകട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ മറുപടി വന്നു. എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വിട്ട മകൻ വീട്ടുകാരറിയാതെ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം എടുക്കാൻ ചേർന്നത് മുതലുള്ള പഴയ കഥകൾ പൊട്ടിയൊഴുകി. ആരോടെങ്കിലും പ്രണയമുണ്ടായിരുന്നു എന്ന കുസൃതി ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ മുൻ ചീഫ് സെക്രട്ടറിയുടെ മുഖത്ത് നാണമോളം വെട്ടി. തീർച്ചയായിട്ടും കവിയും വന്ന മനുഷ്യനല്ലയോ
അതൊക്കെ ചോദിച്ചോളൂ, ഏകപക്ഷീയമായി അതുകൊണ്ട് അത് തുറന്നു വന്നാൽ ചിലപ്പം ഇന്നത്തെ നമ്മുടെ ഡിഗ്രി കോളേജിലേക്ക് കൊണ്ടുവന്നൊന്നും നടപ്പില്ല. അയ്യോ ചിന്തിക്കുക മനുഷ്യർ ക്യാമ്പസ് രാഷ്ട്രീയം മുതൽ സർഗാത്മക സാഹിത്യം വരെ നിറഞ്ഞു നിന്നിരുന്ന ആ സമ്പന്നമായ ഭൂതകാലം ഓർത്തെടുക്കുമ്പോൾ CP നായർ കൂടുതൽ ചെറുപ്പക്കാരനാവുന്നു. യൂണിവേഴ്സിറ്റി കോളേജിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ സംബന്ധിച്ചു. പാട്ടും ആട്ടവുമൊക്കെ കൊണ്ടാടി പഴയകാല വിദ്യാർത്ഥികളായ അവർ മാറി. പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഗവർണർ P. സദാശിവം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി G. സുധാകരൻ, കവയത്രി സുഗതകുമാരി, ലെനിൻ രാജേന്ദ്രൻ, SP. ദീപക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.